സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്, പ്രൈസ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, അങ്ങ് മാത്രം സ്തുതിക്ക് യോഗ്യനായിരിക്കാൽ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സകല മഹത്വം അങ്ങേക്കുള്ളതായിരിക്കാൽ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. സകല മാനവും സകല മഹത്വം സകല പുകഴ്ചയും സകല സ്തുതിയും അങ്ങേക്ക് മാത്രം കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് അല്പം കൊണ്ട് ദൈവമാണല്ലോ കർത്താവേ. അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് വിടുവിക്കുന്ന കർത്താവാണല്ലോ അപ്പച്ച. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ബലപ്പെടുന്ന കർത്താവാണല്ലോ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിപ്പാനോ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയമായ കൃപയിൽ നമ്മെ പരിപാലപ്പനായെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മെ ഇന്ന് രാത്രികാലം ദിവസം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് വലിയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി മീറ്റ് അനുഗ്രഹമായി തീരുവാനായി എന്നൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ, നമ്മുടെ ദൈവം അല്പം കൂടെ ദൈവമാണ്. സ്തോത്രം. അവൻ ഇവിടെ വിടുമ്പോൾ നമ്മെ ശക്തിരിക്കുന്ന ദൈവമാണ്. വചനത്തിൽ കൂടി നമ്മെ സഹായിക്കാനുള്ള ദൈവമായിരിക്കാല കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവന്റെ വചനം ജീവനുള്ള വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതേ വചനമായിരുന്നവൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകത്തിലേക്ക് ശരീരമെടുത്ത് കടന്നു വന്നു, വിടിപ്പാനായി കടന്നു വന്നു. ഹല്ലേലൂയ. ഓ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ശക്തിയേറിയ വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവീയ ചൈതന്യം വ്യാപരിക്കുവാൻ, ആ ദൈവ ശക്തി വ്യാപരിക്കുവാൻ, അവന്റെ മഹത്വം വ്യാപരിക്കുവാൻ ഇടിയാക്കൊന്ന് കേൾപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓ, നമ്മുടെ ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എഴുന്നള്ളിയിരിക്കുവാൻ. ഹല്ലേലൂയ. ഇതിന്റെ ആത്മാവിനെ ശ്വാസനമേറ്റായിരിക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
Praise God, praise God, hallelujah. അത് 2-3 പേർ അവന്റെ നാമത്തിൽ കുടുംബത്തിലേക്ക് കടന്നു വാഗ്ദത്ത കർത്താവ് ഇന്ന് രാത്രികാലം വാഗ്ദത്ത പ്രകാരമുള്ള നാൾ ആ കർത്താവിനെ സ്തുതിക്കാം. Hallelujah. Praise God, praise God, hallelujah. Praise Jesus. കടന്നു വരാനുള്ള എത്ര പേരെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവനെ പ്രഘോഷിക്കുന്ന ദൈവാസനായ പ്രാർത്ഥിക്കാം. Hallelujah. Praise God, hallelujah. ഇന്ന് രാത്രികാലം അത്ഭുതമുള്ള വചനം കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് ബലപ്പെടുത്തുവാനായി ആ ക്രൂശിനെ മറവിൽ നിന്നുകൊണ്ട് Hallelujah. Praise God, hallelujah. ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കാം. Hallelujah. Praise God, hallelujah. പ്രാർത്ഥിക്കാം. അടിയങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു തിങ്കളാഴ്ച പകൽക്കാലം കടന്നു പോയല്ലോ. ഈ രാത്രികാല വഴങ്ങസിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവേ സ്തോത്രം. ഇന്ന് കടവടങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വരുവാനുള്ളവർ എത്ര കടന്നു സഹായിക്കണമേ കർത്താവേ. യാത്രയിൽ നിന്ന് പരിപാലിക്കണമേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ നടന്ന മീറ്റിംഗ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹമാക്കുവാൻ കഴിയുമല്ലോ, ഒരു വിടുതൽ കരമയക്കാൻ കഴിയുമല്ലോ കർത്താവേ. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുമ്പോൾ അടിൽ വൻകാര്യം പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യമുള്ള നാൾ സ്തോത്രം. ഹല്ലേലൂയ. ഓ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ അന്തരീക്ഷം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഇവിടെ വ്യാപരിക്കുന്നതായ ഹല്ലേലൂയ അന്ധകാരത്തെ എല്ലാ ശക്തികളെയും വിടുവിച്ച് ഹല്ലേലൂയ സ്വർഗം ജയമെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 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 അങ്ങ് സൂക്ഷിപ്പാൻ ദാസന്മാരെ ബലപ്പെടുത്തണമേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേക ഹല്ലേലൂയ ഗാനശ്രീന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നീ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ വീഡിയോ എടുക്കുന്ന കർത്താവേ ഹല്ലേലൂയ. മീഡിയക്കാരെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടി ഇരിക്കണമേ കർത്താവേ ഹല്ലേലൂയ. നീ സഹായിക്കണമേ. കൂടി ഏൽപ്പിക്കുന്ന കർത്താവേ, മാറ്റമില്ലാത്തവരും സംസാരിക്കുമ്പോൾ ആത്മാവ്യക്തമായ കൃപ നിറയ്ക്കണമേ കർത്താവേ ഹല്ലേലൂയ. ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ അത്ഭുതകരം കാണുവാൻ, വിടുതൽ കാണുവാൻ ഹല്ലേലൂയ. ഓ ജയത്തോടെ മടങ്ങിപ്പോകാൻ സഹായിക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാലം ആരെങ്കിലും ഭാരമായി കടന്നുണ്ടെങ്കിൽ, രോഗമായി കടന്നുണ്ടെങ്കിൽ, സൗഖ്യമായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇവിടുന്ന് കടന്നു പോലും മുന്നമേ അങ്ങയുടെ കരം വെച്ച് ഹല്ലേലൂയ വചനം അയച്ച് ഹല്ലേലൂയ കൃപ ചെയ്ത് വിടുവിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് അത്ഭുത ദൈവമാണ്. അങ്ങയുടെ ദൈവം തന്നെ ഹല്ലേലൂയ നാമത്തിന് അത്ഭുതം നാണല്ലോ കർത്താവേ സ്തോത്രം. ഇന്ന് രാത്രികാലം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം, ബലപ്പെടുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിനെ നാമം ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. മതിലുകൾ ഉയർന്നു നിന്നാലോ അതിന്റെ വലിപ്പമോ സാരമില്ല. എരികോ മതിലുകൾ ഉയർന്നു നിന്നാലോ അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു വന്മാതിൽ വീഴും കാശുപെട്ട് ഒന്നിച്ചു നാടുമ്പോ വന്മാതിൽ വീഴും കാശുപെട്. കാണുന്നു ഞാൻ
വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ നിന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ നിന്നെ തകർക്കുവാൻ സാധ്യമല്ല ഉന്നിലിറങ്ങി വെള്ളത്തില് കൂടെ വരുന്ന കർത്തനുണ്ട് അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുന്ന കൂടെയുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു ഇവയങ്ങൾ ജയമെടുക്കുകയാണ് ശത്രുവേ നീ ഞങ്ങളുടെ മേലെ യാതൊരു അധികാരമില്ല ഏതെങ്കിലും വിഷയത്തിന്റെ ഏതെങ്കിലും വിഷയത്തില് ഞങ്ങളുടെ ആരാധനയെ ഞങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ ശക്തികള് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവിടെ ഞങ്ങൾ ജയമെടുക്കുകയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഇപ്പോൾ വേളയില് ഞങ്ങൾ ജയമെടുക്കുകയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ ജയമെടുക്കുന്നു ഹല്ലേലൂയ 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 ഹൂറാരാബാരാബ ഹല്ലേലൂയ ജനാദിവാര ഹൂറാരാബാരബ ശബ്ദരാദി ഹൂറാരാബാരബ ശബ്ദരാദി യേശുവിന്റെ നാമത്തില് അവിടെ ജയമെടുക്കുന്നു ദേശാധിപതി ശക്തികളെ ഈ വൈകവേള ഞങ്ങൾ കെട്ടുകയാണ് യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ ദേശത്തോട് പോരാടുന്ന അന്യ വ്യാപാര ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഹൂറാരാബാരബ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ 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 എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുര്യച്ചാൻ മുൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ നിത്യം നീതിമാനുമായ നമ്മുടെ മഹാദൈവമേ, ഈ രാത്രിയുടെ സമയത്ത് പിന്നെയും കർത്താവേ അങ്ങേ പാദവിടത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെ അനുവദിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, മാസങ്ങളായി ഹല്ലേലൂയ ഈ സ്ഥലത്ത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കർത്താവേ ഈ സഭയെ ഒരുക്കപ്പെടുന്ന ഈ പ്രത്യേക മീറ്റിങ്ങിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവേ. ഇത് നിന്റെ ഹിതത്തിൽ പെട്ടതായിരിക്കാൻ ഈ വർഷത്തിന്റെ ദിവസങ്ങളിൽ കർത്താവേ ഇന്നയോളം നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ സഭയും നിന്റെ ദാസന്മാരെയും ഏവരെയും നിന്റെ കരങ്ങളിൽ തരുന്നു. ഈ ദേശത്തിന്റെ വിളക്കായി ഈ സഭ നിലനിൽപ്പാൻ ദുഷ്ടന്റെ സകല അന്ധകാര ശക്തിയെ ഇരുട്ടിന്റെ ജാവിന്റെ ശക്തിയെ ഇവിടുന്ന് കർത്താവേ അൽസിക്കുമാറാകണമേ കർത്താവേ. ദൈവശക്തി അത്യന്ത ദൈവശക്തിയുടെ മുന്നിൽ നിൽപ്പാൻ ആർക്ക് കഴിയും? ഒരു ദുഷ്ടനും തൊടാതെ വണ്ണം ഇവിടെ പ്രവേശിക്കാതെ വണ്ണം കർത്താവേ നിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു കർത്താവേ.
പ്രത്യേകിച്ച് ന്യൂജേഴ്സിയുടെ പ്രദേശം ഇത്ര ദൂരത്തിൽ നിന്ന് നിന്റെ ദാസനെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളോട് വചനം അറിയിക്കുമ്പോൾ കർത്താവേ, അത് ഇരുവായ്ത്തലയുള്ള വചനമാണ്. ഹല്ലേലൂയ കർത്താവേ, അത് വെറുതെ വരികയില്ല കർത്താവേ. ഏവരെ ഹൃദയത്തിന്റെ അവസ്ഥ അറിഞ്ഞ് ഇടപെടുമാറാകണമേ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അറിയുന്ന അവസ്ഥയ്ക്കായി സ്തോത്രം. നിന്റെ കരവർഷനവും ഏൽക്കുവാൻ അത് വിടുതലായി സൗഖ്യമായി ഹല്ലേലൂയ ആശ്വാസമായി മാറ്റപ്പെടുവാൻ വചനം ഘോഷിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ നിന്റെ ദാസനെ പുതുതായി അഭിഷേകം ചെയ്യുമാറാകണേ. ആത്മ നിറവിൽ നിറഞ്ഞുകൊണ്ട് അഭിഷേകത്തിന്റെ ദൂതറിയിപ്പാൻ സഹായിച്ചു. ഞങ്ങളും അത് ഗ്രഹിപ്പാൻ ഏറ്റെടുപ്പാൻ ഹൃദയം ഞങ്ങൾക്ക് ഒരുക്കപ്പെടുമാറാകട്ടെ കർത്താവേ. ഈ സ്ഥലത്തെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കാൻ സ്തോത്രം. നിന്റെ വചനം അതിശക്തിയോടുകൂടെ ഈ ദേശത്തോടുള്ള ദൂതായി തീരുവാൻ സഹായിച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ സഭകളെ ഞങ്ങളുടെ ശുശ്രൂഷകരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിശക്തിയോട് ഞങ്ങളുടെ കർത്താവിന്റെ വരവിന് വേണ്ടി അനുദിനം വിശുദ്ധിയിലും വേർപാടിലും ഞങ്ങളുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവ ഭയത്തിൽ വിറയലോട് അങ്ങേ സേവിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളേവരെ ഒരുക്കിക്കാട്ടെ. തുടർന്നുള്ള സമയം അങ്ങ് സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളേവരെ ഇരുത്തിക്കാട്ടെ. മഹത്വം അവിടുന്ന് എടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ കൂടുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പല ഭവനങ്ങളിലായിരുന്നു നമ്മെ കർത്താവ് കൂട്ടി വരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. പ്രിയ കുരച്ചാൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ചില നാളുകളായി നടക്കുന്നതായിരിക്കുന്ന ഈ മീറ്റിംഗ് മുഖാന്തരമായിട്ട് അനേകർ ഈ വചനം കേൾക്കുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് ഇവിടെ കേൾക്കുന്നതായിട്ട് മാത്രമല്ല, ഈ സോളിഡ് ഇൻ ആക്ഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രോഗ്രാമിൽ കൂടെ അനേകർ ഈ പ്രോഗ്രാംസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേകരെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏതായാലും അത് മുഖാന്തരമായിട്ട് ചിലർക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും ചിലർക്ക് ദൈവഭാഗത്തേക്ക് വരേണ്ടതിന് വേണ്ടി, പ്രത്യേകിച്ച് ഇത് കാണുന്ന പ്രിയപ്പെട്ടവർ ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 15 വയസ്സുള്ളതായിരിക്കുന്ന ഒരു യൗവനക്കാരി, ഒരു കൊച്ച് ബ്രോങ്സിൻ്റെ പ്രദേശത്ത് റോക്ക്ലാൻഡിൽ ക്യാൻസറായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. അങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ഇതിനകത്ത് താൻ പോയി എടുക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുന്നവർക്ക് ഒരു വലിയൊരു ആശ്വാസമായിരിക്കും തീർച്ചയായിട്ടും ഈ വചന ശുശ്രൂഷ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടന്നു വരുന്ന ഓരോരുത്തർക്കും അതിനകത്ത് പങ്കുണ്ട്. കാരണം അവരെല്ലാവരും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടുതലായിരിക്കുന്ന ഈ വചനങ്ങൾ അനേക ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം, ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം ലഭിക്കാൻ തക്കവണ്ണം ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ചിലവുകൾ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു ബന്ധനവുമില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം ശക്തിയോടുകൂടെ ഈ ദിവസങ്ങളിലായി അറിയിപ്പാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഈ ചെറിയ സഭ അതിനൊരു സഹായമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ എം.എ. ജോൺ അവരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം PMG ചർച്ച് പെന്റക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ ട്രിവാൻഡ്രം ഏരിയയിൽ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൈവദാസനാണ്. നിങ്ങൾ യൂട്യൂബിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അനേക സഭകൾ PMG ഗ്രൂപ്പിൽ അനേക ഇടങ്ങളിലായി അനേക ടൗണുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തിയോടുകൂടെ വചന ശുശ്രൂഷ നടത്തുന്ന അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ ഈ ചെറിയ സഭയിലും വന്ന് ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന് ഞങ്ങളുടെ
പ്രദേശത്തുള്ള ആളാണെങ്കിലും താനെ ദീർഘവർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഇടങ്ങളിൽ പോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വേറൊരു കർത്താവിൻ്റെ വലിയ ദാസൻ നാട്ടിൽ നിന്ന് വന്ന ഒരു ദേവദാസനുമുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ പേര് റെജി ജോയ്. അദ്ദേഹം തന്നെ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി എന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒരു വാക്ക് ഒന്ന് പറഞ്ഞു. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ ദാസൻ ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഇവിടെ കടന്നു വരുവാൻ തക്കണം കർത്താവിൻ്റെ ദാസനെ ഒന്ന് കാണുവാനും പരിചയപ്പെടാനും വേണ്ടിയാണ് കടന്നു വന്നത്. ഒന്നിച്ചായിരിക്കുന്നതിൽ സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എൻ്റെ പേര് റെജി ജോയി എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ടയ്ക്കടുത്ത് മല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ സ്നാനപ്പെട്ട വിശ്വാസത്തിൽ വന്ന ആദ്യ മാസങ്ങളിൽ കേട്ട ഒരു പ്രസംഗം, ഇതിൻ്റെ 2 വേർഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏദോമിന്മേൽ ചെരുപ്പ്. 1990 ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ മാസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ഗൾഫിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ച ആ ഒരു മെസ്സേജാണ്. അന്ന് ഒരു ഭവനത്തിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പ്രൈസ് ലോർഡ്. ദാസനോട് ചേർന്ന് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഒരിക്കൽ സാവകാശനായി കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ ഈ ഇവിടെ വന്നതിന് ശേഷം സുശേഷ സഭകളിൽ ഞാൻ അറ്റ്ലാന്റയിൽ ചർച്ചക്കോട് സഭയിൽ ചില ദിവസങ്ങൾ നിരന്തരമായി മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുകയുണ്ടായി. ഈ പ്രിയ അച്ഛൻ ആ മീറ്റിങ്ങുകളിലെല്ലാം ഉണ്ടായിരുന്നു. ഒന്നിച്ചു വീണ്ടും നന്ന കൂട്ടായ്മയ്ക്കായി കർത്താവിന് നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം സുശേഷ സഭകളിലൊക്കെ വിശ്വാസികളൊക്കെ ഇവിടെയുണ്ട്. എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഞാൻ ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷകനായി ഈ ദിവസങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. 1998 ഡിസംബർ മാസം അവസാനമാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വരാൻ തക്കണം കർത്താവ് ഒരു സാവകാശം തന്നു. ഇപ്പോഴും ഞാൻ ഏകനായി വിശ്വാസത്തിലായിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ പഴയ ആ സാമുദായിക പശ്ചാത്തലത്തിൽ നിൽക്കുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 2010 ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ച് ഇറങ്ങിയത്. 2010 മുതൽ 2013 വരെ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ തക്കണം കർത്താവ് അവകാശം തന്നു. 2014 ആണ് ആദ്യത്തെ സഭാചാർജ് ലഭിക്കാൻ ഇടയായി തീർന്നത്. വളരെ അവിചാരിതമായി അമേരിക്കയിലും കടന്നു വരാതെ കർത്താവ് ഒരു സാവകാശം തന്നു. എല്ലാത്തിനുമായി കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ന്യൂയോർക്കിലുണ്ട്. ദൈവം അനുവദിച്ചാൽ ശനിയാഴ്ച രാവിലെ വരെ ന്യൂയോർക്കിൽ തന്നെ കാണും. ഇവിടെ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില എൻ്റെ കുറേ സ്നേഹിതരെയും റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിലാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ദൈവമക്കൾ എന്നെ ഓർത്തു. എൻ്റെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 13 വയസ്സും 9 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദാസനും അവസരം തന്ന കർത്താവിൻ്റെ ദാസന് നന്ദി പറയുന്നു. കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ എം എ ജോൺ അവർ നമ്മൾ സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. കർത്താവിൻ്റെ ദാസനെ എബ്രഹാം ഗോസ്ബൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കുവാനും ദൈവജനം പങ്കുവയ്ക്കുവാനും ഇടയാകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന ബഹുമാനിയ കർത്തദാസൻ പാസ്റ്റർ ജോൺ തോമസ് അവറുകൾ, പാസ്റ്റർ മാത്യൂസ് കുര്യൻ അവറുകൾ, മറ്റെല്ലാ ആദരണീയരായ കർത്തദാസന്മാർ, നാട്ടിൽ നിന്ന് നടന്നു വന്ന ബഹുമാനിയ കർത്തദാസൻ, അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രിയ മോൻസി, ഇവിടെ ആദിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മറ്റേ മുഖങ്ങളൊന്നും കൂടാതെ നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധയിരിക്കുക. 3 വാക്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം മൈക്കിൽ കൂടെ വായിക്കും. ഈ വാക്യങ്ങൾ കൂടെ വായിക്കും. എഴുതിയെടുക്കാനുള്ളത് എഴുതിയെടുക്കണം. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. മോശ ആ ദർശനം കണ്ടു ആശ്ചര്യപ്പെട്ടു. മതി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം
48, 49 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 48, 49 വാക്യങ്ങൾ. അന്ന് തന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. കനാൻ ദേശത്തെ നോക്കി കാണുക. 3 വാക്യങ്ങൾ വായിച്ചു. ഈ 3 വാക്യങ്ങളിൽ മോശ നോക്കിക്കണ്ട 3 കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാക്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ മോശ ദർശനം നോക്കിക്കാണും. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ മോശ സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കിക്കാണും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 48, 49 വാക്യങ്ങളിൽ മോശ വാഗ്ദത്ത കനാൻ നോക്കിക്കണ്ടു. ദർശനം നോക്കിക്കണ്ട ഭക്തന് മാത്രമേ മറ്റുള്ളവരുടെ ഭാരം നോക്കിക്കാണാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവരുടെ ഭാരം നോക്കിക്കാണുന്ന ദൈവമക്കൾക്ക് മാത്രമേ അവരുടെ ജീവിതാന്ത്യത്തിങ്കൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദത്ത നാടും കാണുവാൻ കഴിയത്തുള്ളൂ. മോശയുടെ ആയുഷ്കാലം 120 സംവത്സരമാണ്. 40 വർഷങ്ങൾ വീതമുള്ള 3 കാലഘട്ടങ്ങളാണ് മോശയ്ക്കുണ്ടായിരുന്നത്. ആദ്യത്തെ 40 വർഷം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള നിലയിൽ വളർത്തപ്പെട്ട ആദ്യത്തെ 40 വർഷം. തിങ്കിങ് ദാറ്റ് ഐ ആം സംബഡി, ഞാൻ ആരാണ്ടോ ആണ് എന്ന ചിന്തയിൽ ജീവിച്ചിരുന്ന ആദ്യത്തെ 40 വർഷം. അവന്റെ 40-ാമത്തെ വയസ്സിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ എത്തിയപ്പോൾ കൊട്ടാര സുഖങ്ങളെ ഉപേക്ഷിച്ച് അവന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. തുടർന്നുള്ള 40 വർഷം അമ്മായിയപ്പനായി യിത്രോവിന്റെ ആടുകളെ മേയിച്ച നിരാശനായി മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ 2-ാമത്തെ 40 വർഷം. നോയിങ് ദാറ്റ് ഐ ആം നോബഡി, ഞാൻ ആരുമല്ല എന്ന് സ്വയം ബോധ്യം വന്ന 2-ാമത്തെ 40 വർഷം. അവന്റെ 80-ാമത്തെ വയസ്സിൽ ഒരു പകൽക്കാലം തികച്ചും അവിചാരിതമെന്ന വണ്ണം അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് യഹോവയുടെ പർവ്വതമായ ഹോരേബോളം കടന്നു. അവിടെ അവന് വിചിത്രമായ കാഴ്ച കാണുന്നു. ഹോരേബിൽ മുൾപ്പടപ്പ് കത്തുന്നു, പക്ഷെ മുൾപ്പടപ്പ് വെന്തുപോകുന്നില്ല. ആ മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവന് നിയോഗവും അധികാരവും കൊടുത്ത ഫറവോന്റെ അടുക്കലേക്ക് അയച്ച് ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം വിടുവിച്ചെടുത്ത് തുടർന്നുള്ള 40 വർഷം ആ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി കനാന്റെ വക്കുവരെ കൊണ്ടെത്തിക്കത്തക്കവണ്ണം ദൈവം ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിച്ച ഒടുവിലത്തെ 40 വർഷം. ഇവിടെ ഇപ്പോൾ മോശ തന്റെ 80-ാമത്തെ വയസ്സിൽ അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറത്ത് ഹോരേബോളം കടന്നു. അവിടെ അവൻ ദർശനം കണ്ടു, ആശ്ചര്യപ്പെട്ടു. സ്തേഫാനോസ് തന്റെ പ്രസംഗ മധ്യത്തിൽ പറഞ്ഞ കാര്യമാണ് നാം 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ടത്. മോശ ഹോരേബിൽ ദർശനം കണ്ടു, ആശ്ചര്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ മോശ ഹോരേബിൽ കണ്ട ദർശനം എന്താ? മോശ ഹോരേബിൽ 5 ദർശനങ്ങളാണ് കണ്ടത്. 5 വാക്യങ്ങൾ വായിക്കാൻ പോവുക. മോശ ഹോരേബിൽ നോക്കിക്കണ്ട 1-ാമത്തെ ദർശനം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം കൊണ്ടുവന്നു. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ മരുഭൂമി ഉണ്ട്. എന്നാൽ ദൈവം മരുഭൂമിക്കൊരപ്പുറവും
കുതിച്ചു വച്ചിട്ടുണ്ട്. മോശയുടെ ജീവിതം മരുഭൂമി കൊണ്ട് അവസാനിക്കുകയല്ലായിരുന്നു. ഒരു മരുഭൂമിക്ക് അത്ഭുതം ദൈവം മോശയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചതുപോലെ ദൈവ പൈതലെ നിന്റെയും ജീവിതത്തിൽ മരുഭൂമിക്കൊരു അത്ഭുതമുണ്ട്. മരുഭൂമികൾ ദൈവമക്കൾക്കുണ്ട്, വരൾച്ചകളുണ്ട്, ഉണങ്ങിയ അനുഭവങ്ങളുണ്ട്, ഒറ്റപ്പെട്ടി അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ജീവിതം പൊലിയുകയല്ല, മരുഭൂമിക്കൊരു അത്ഭുതമുണ്ട്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവൻ മാവായിലെത്തി. എന്നാൽ മാവാ നീണ്ടു നിന്നില്ല, മധുരം വെളിപ്പെട്ടു വന്നു. ജീവിതത്തിൽ മാവാകളുണ്ട്, എന്നാൽ മാവാകൾ നീങ്ങപ്പെടും, മധുരം വെളിപ്പെടുവാനിടയായി. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. കൂരികൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Though I walk through the valley of shadow of death. കൂരികൾ താഴ്വരകൾ ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം അവിടെ നിന്ന് നമ്മളെ പിടിച്ചിരുത്തുകയില്ല, അത് നടന്നു പോകും. ഒരു ഇംഗ്ലീഷ് തർജ്ജിമയിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. Though I pass through the valley of shadow of death എന്ന മരണനിഴലിൻ താഴ്വരയിൽ കൂടി പാഞ്ഞു പോയാലും, ഇതിലെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത് പോലെ മരണനിഴലിൻ താഴ്വരകൾ, കൂരികൾ താഴ്വരകൾ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ ഒന്നും നമ്മളെ പിടിച്ചിരുത്താതെ അത് വേഗം പാഞ്ഞു പോകുവാൻ ഇടയാക്കും. അതേ സങ്കീർത്തനത്തിൽ നമ്മെ ഇരുത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കൂരികൾ താഴ്വരകൾ വേഗം പാഞ്ഞു പോകും. ആലയത്തിന്റെ പുഷ്ടി അനുഭവിപ്പാൻ ദൈവം നമ്മളെ ആലയത്തിൽ ഇരുത്തുന്നവനാണ്. റൂത്തിന്റെ പുസ്തകം തുടങ്ങുന്നത് ക്ഷാമത്തിലാണ്. 1-ാം അധ്യായം 1-ാം വാക്യം. ന്യായാധിപന്മാർ ദേശത്ത് ന്യായപാലനം ചെയ്യും കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. ആ പുസ്തകം തുടങ്ങുന്നത് ക്ഷാമത്തിലാണ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് ക്ഷാമത്തിലാണ്, എന്നാൽ 1-ാം അധ്യായം അവസാനിക്കുന്നത് കൊയ്ത്തിലാണ്. 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യം, അവ യവക്കൊയ്ത്തിന്റെയും കോതമ്പ് കൊയ്ത്തിന്റെ ആരംഭത്തിങ്കൽ ബേത്ലഹേമിലെത്തി. ക്ഷാമത്തോടുകൂടി തുടങ്ങിയ പുസ്തകം, ക്ഷാമത്തോടുകൂടി തുടങ്ങിയ അധ്യായം ക്ഷാമത്തിൽ അല്ലി അവസാനിച്ചത്, കൊയ്ത്തിലാണ് അവസാനിച്ചത്. ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ക്ഷാമങ്ങൾ ഉണ്ടാകാം, വരൾച്ചകൾ ഉണ്ടാകാം. ക്ഷാമം നീണ്ടു നിൽക്കത്തില്ല, കൊയ്ത്ത് വെളിപ്പെടുവാനിടയാകും. 2015 നിന്റെ ജീവിതത്തിൽ ക്ഷാമത്തോടുകൂടിയാണ് ജീവിതം തുടങ്ങിയതെങ്കിൽ, കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ 2015 കടന്നു പോകുന്നതിന് മുമ്പ് ദൈവ കൊയ്ത്തുകൾ വച്ചിട്ടുണ്ട്. ക്ഷാമം നീങ്ങും, കൊയ്ത്ത് വെളിപ്പെട്ടു വരുവാനിടയാകും. കൂരികൾ താഴ്വരകൾ വേഗം നടന്നു പോകും. ആലയത്തിന്റെ പുഷ്ടി അനുഭവിപ്പാൻ അവൻ നമ്മളെ പിടിച്ചിരുത്തും. മാവാകൾ വെളിപ്പെടും, മാവാ നീങ്ങും, മധുരം വെളിപ്പെട്ടു വരും. മോശയുടെ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 40 വർഷം മരുഭൂമിയിൽ കടന്നുപോയ ആ ഭക്തന് ഒരു മരുഭൂമിക്ക് അത്ഭുതം ദൈവം നിയമിച്ചു വെച്ചിരുന്നു. അവൻ മരുഭൂമിക്ക് അത്ഭുതത്ത് യഹോവയുടെ പർവ്വതമായ ഹോരേബിൽ ചെന്നു. 2-ാം വാക്യം നമുക്ക് വായിക്കാം. 2-ാം വാക്യം, 2-3 വാക്യങ്ങൾ. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ഇതാണ് മോശ ഹോരേബിൽ കാണുന്ന 1-ാമത്തെ ദർശനം. മുൾപ്പടർപ്പ് കത്തുന്നു, മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. മോശ ഹോരേബിൽ കണ്ട 1-ാമത്തെ ദർശനം വിഷൻ ഓഫ് ദി ലവ് ഓഫ് ഗോഡ്, ദൈവ സ്നേഹത്തിന്റെ ദർശനം മോശ ഹോരേബിൽ നോക്കിക്കണ്ടു. വിഷൻ ഓഫ് ദി ലവ് ഓഫ് ഗോഡ്. ഇവിടെ ദൈവം പ്രദർശിപ്പിക്കുന്ന സ്നേഹം എന്താണ്? മുൾപ്പടർപ്പ് കത്തുന്നു, മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. ഇതിലൂടെ ദൈവം തന്റെ സ്നേഹമാണ് മോശയ്ക്ക് പ്രദർശിപ്പിക്കുന്നത്. മോശ, ഈ നീ കാണുന്ന ദർശനമുണ്ടല്ലോ, ഇതെന്റെ ജനമായ ഇസ്രായേലിനെ സംബന്ധിച്ച ദർശനമാണ്. എന്റെ ജനമായ ഇസ്രായേൽ ഇക്കഴിഞ്ഞ 400 സംവത്സരം, 430 സംവത്സരം അല്ലെങ്കിൽ 215 സംവത്സരം മിസ്രയീം എന്ന തീച്ചൂളയിൽ
ഇതുപോലൊരു മുൾപ്പടപ്പ് കണക്കെ കത്തിക്കാളുകയായിരുന്നു. എന്നാൽ എൻ്റെ സ്നേഹം എൻ്റെ ജനത്തെ ചുറ്റി പരിപാലിച്ചത് കൊണ്ട് എൻ്റെ ജനം വെന്തുപോയില്ല. എൻ്റെ സ്നേഹത്തിന്റെ ദർശനമാണ് നീ നോക്കിക്കാണുന്നത്. നീ നോക്കിക്കാണുന്ന ദർശനമുണ്ടല്ലോ, ഇത് നിന്നെ പറ്റിയുള്ള ദർശനം കൂടിയാണ്. ഇക്കഴിഞ്ഞ 40 വർഷം ഈ മരുഭൂമിയിൽ ഇതുപോലൊരു മുൾപ്പടപ്പ് പോലെ നീ കത്തിക്കാളുകയായിരുന്നു. എന്നാൽ എൻ്റെ സ്നേഹം നിന്നെ ചുറ്റി പരിപാലിച്ചത് കൊണ്ട് നീ വെന്തുപോയില്ല. എൻ്റെ സ്നേഹത്തിന്റെ ദർശനമാണ് നീ നോക്കി കാണുന്നത്. വിഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. ഞാൻ ഈ ദർശനത്തിലേക്ക് പിന്നെ മടങ്ങി വരുന്നുണ്ട്. ശേഷം 4 ദർശനങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് മോശ ഹോരേബിൽ നോക്കിക്കണ്ട രണ്ടാമത്തെ ദർശനം 3-ാം അധ്യായം തന്നെ 5-ാം വാക്യം. ഞാൻ അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളക എന്ന് പറഞ്ഞു. മോശ ഹോരേബിൽ നോക്കിക്കണ്ട രണ്ടാമത്തെ ദർശനം വിഷൻ ഓഫ് ദി ഹോളിനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ദർശനം അവൻ ഹോരേബിൽ നോക്കിക്കണ്ടു. വിഷൻ ഓഫ് ദി ഹോളിനെസ് ഓഫ് ഗോഡ്. ദൈവം മോശയോട് പറയുന്നു, മോശെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക. വിശുദ്ധനായ ദൈവത്തോട് സമീപിക്കുന്ന ഏത് വ്യക്തിയും വിശുദ്ധിയോടുകൂടി സമീപിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കും. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അഗ്നിജോലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. അവന്റെ കണ്ണിനു മുമ്പാകെ മതമായിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഇവന്റെ ചെരുപ്പഴിച്ചു കളയുവാൻ ദൈവം ആവശ്യപ്പെടുന്നത്, ഒന്ന്, ദൈവം വിശുദ്ധനാകിയാൽ ആ വിശുദ്ധിയിൽ ഇവൻ സമീപിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. 2, അക്കാലത്ത് അടിമയ്ക്ക് ചെരുപ്പിടാൻ അനുവാദമില്ല, അവകാശമില്ല. ഇവന്റെ ചെരുപ്പഴിച്ച് കളകാൻ ആവശ്യപ്പെട്ടത് അവനെ ദൈവം തന്റെ അടിമയാക്കിയത്. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത് കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. യോശുവയോട് പറയുന്നുണ്ട് കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. അത് ദൈവത്തിന്റെ അടിമയാക്കുവാൻ വേണ്ടിയാണ്. നീ എന്റെ അടിമയാകണം, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. മോശ ഹോരേബിൽ കണ്ട രണ്ടാമത്തെ ദർശനം ദൈവത്തിന്റെ വിശുദ്ധിയുടെ ദർശനം. മോശ ഹോരേബിൽ നോക്കിക്കണ്ട 3-ാമത്തെ ദർശനം 3-ാം അധ്യായം തന്നെ 6-ാമത്തെ വാക്യം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളിച്ചെയ്തു. മോശ ഹോരേബിൽ നോക്കിക്കണ്ട 3-ാമത്തെ ദർശനം വിഷൻ ഓഫ് ദി ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ദർശനം അവൻ ഹോരേബിൽ നോക്കിക്കണ്ടു. വിഷൻ ഓഫ് ദി ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവം എന്താണ് ഇവിടെ മോശയോട് പറയുന്നത്? മോശേ, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, നിന്റെ പിതാവായ അബ്രഹാമിനെ ഞാൻ വിളിക്കുമ്പോൾ അവൻ കൽദയുടെ ദേശമായ ഊരിൽ വിഗ്രഹാരാധനക്കാരനാണ്. എന്റെ ശബ്ദം കേട്ട് അവനെ നീ അനുഗമിച്ചു. ഞാൻ അവനെ പിന്നത്തേതിൽ ബഹുജാതികൾക്ക് പിതാവാക്കി. നിന്റെ പിതാവായ അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി വിശ്വസ്തത കാണിച്ച ദൈവമാണ് ഞാനെങ്കിൽ, നീ എന്നെ അനുഗമിച്ചാൽ നിന്റെ പിതാവായ അബ്രഹാമിനോട് വിശ്വസ്തനായിരുന്നത് പോലെ നിന്നോട് വിശ്വസ്തനായിരിക്കും. ഞാൻ നിന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവമാണ്. ക്ഷാമമുള്ള നാളുകളിൽ ഇസ്ഹാക്ക് ഒരാണ്ട് വിതച്ചു. ദൈവം അവന് 100 പേര് വിളവ് കൊടുത്തു. നിന്റെ പിതാവായ ഇസ്ഹാക്കിന് 100 പേര് വിളവ് കൊടുത്ത വിശ്വസ്തത കാണിച്ച ദൈവമാണ് ഞാനെങ്കിൽ, മോശെ നീ എന്നെ പിൻപറ്റിയാൽ ഇസ്ഹാക്കിനോട് വിശ്വസ്തനായിരുന്നത് പോലെ നിന്നോട് ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ നിന്റെ പിതാവായ യാക്കോബിന്റെ ദൈവമാണ്. യാക്കോബ് യബ്ബോക്ക് നദി കടന്നു പോകുമ്പോൾ ഒരു വടിയോടുകൂടിയാ പോയത്. 20 വർഷം കഴിഞ്ഞ അതേ യബ്ബോക്ക് നദി കടക്കുമ്പോൾ ദൈവം അവനെ 2 കൂട്ടമായി വർദ്ധിപ്പിച്ചു. നിന്റെ പിതാവായ യാക്കോബിനെ 2 കൂട്ടമായി വർദ്ധിപ്പിച്ച അനുഗ്രഹിച്ച ദൈവമാണ് ഞാനെങ്കിൽ, മോശെ നീ എന്നെ പിൻപറ്റിയാൽ
യാക്കോബിനോട് വിശ്വസ്തനായിരുന്നത് പോലെ ഞാനും നിന്നോട് വിശ്വസ്തനായിരിക്കും. വിഷൻ ഓഫ് ദി ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ദർശനം മോശ ഹോരേബിൽ നോക്കിക്കണ്ടു. മോശ ഹോരേബിൽ നോക്കിക്കണ്ട നാലാമത്തെ ദർശനം 3-ാം അധ്യായം 8-ാം വാക്യം. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. മോശ ഹോരേബിൽ നോക്കിക്കണ്ട നാലാമത്തെ ദർശനം വിഷൻ ഓഫ് ദി അബണ്ടൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സമൃദ്ധിയുടെ ദർശനം മോശ നോക്കിക്കണ്ടു. വിഷൻ ഓഫ് ദി അബണ്ടൻസ് ഓഫ് ഗോഡ്. ദൈവം മോശയോട് പറയുന്നു, ഞാൻ ഇറങ്ങി വന്നത് ഈ ജനത്തെ വിടുവിച്ച നല്ലതും വിശാലമായതും പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ നാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നു. മോശ ഹോരേബിൽ നോക്കിക്കണ്ട 5-ാമത്തേതും ഒടുവിലത്തേതുമായ ദർശനം 4-ാം അധ്യായം 2-ാം വാക്യം. 4-ാം അധ്യായം 2-ാം വാക്യം. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു. മോശ ഹോരേബിൽ കണ്ടി 5-ാമത്തെ ദർശനം വിഷൻ ഓഫ് സറണ്ടർ. സമർപ്പണത്തിന്റെ ദർശനം അവൻ കണ്ടു. വിഷൻ ഓഫ് സറണ്ടർ. മോശേ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? ഒരു വടി. എന്റെ മുമ്പാകെ നിലത്തിട. അവനെ നിലത്തിട്ടു. അതൊരു സർപ്പമായി. മോശ ഭയന്നോടി. ദൈവം മോശയോട് പറഞ്ഞു എന്റെ വാലിന് പിടിക്കുവാൻ. മോശി അതിന്റെ വാലിന് പിടിച്ചപ്പോൾ അത് പഴയതുപോലെ പടിയായെങ്കിലും ആ വടിക്ക് പിന്നെ ലഭിച്ച പേര് ദൈവത്തിന്റെ വടി എന്നാണ്. ഈ വടിയെ പറ്റി പിന്നെ വേദപുസ്തകത്തിൽ എവിടെല്ലാം നാം വായിക്കുന്നുവോ അവിടെല്ലാം നാം കാണുന്നത്, അനന്തരം മോശ യഹോവയുടെ വടി കയ്യിലെടുത്തു. അനന്തരം മോശ ദൈവത്തിന്റെ വടി കയ്യിലെടുത്തു. ഒരു കാലത്താൽ തന്റെ വടിയായിരുന്നു. ദൈവഭാഗ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ വകയായി. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. മോശ ഹോരേബിൽ ദൈവ സ്നേഹത്തിന്റെ ദർശനം കണ്ടു. മോശ ഹോരേബിൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ ദർശനം കണ്ടു. മോശ ഹോരേബിൽ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ദർശനം കണ്ടു. മോശ ഹോരേബിൽ ദൈവത്തിന്റെ സമൃദ്ധിയുടെ ദർശനം കണ്ടു. മോശ ഹോരേബിൽ സമർപ്പണത്തിന്റെ ദർശനവും കണ്ടു. ഏത് വ്യക്തികളും നോക്കി കാണേണ്ട 5 ദർശനങ്ങളാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഇതിനോടകം നോക്കി കണ്ട 5 ദർശനങ്ങൾ. നമ്മൾ നോക്കിക്കണ്ട 1-ാമത്തെ ദർശനം വിഷൻ ഓഫ് ദി ലവ് ഓഫ് ഗോഡ്. ദൈവ സ്നേഹത്തിന്റെ ദർശനം. അത് നാം എവിടെ കണ്ടു? യേശു കർത്താവിന്റെ ക്രൂശിൽ. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ പ്രദർശനശാല യേശു കർത്താവിന്റെ ക്രൂശാണ്. ക്രൂശിലേക്ക് നോക്കിയാൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്. അവന്റെ കണ്ണ് താഴടിച്ചിട്ടുണ്ട്. താടിരോമങ്ങൾ വലിച്ചു വധിച്ചിട്ടുണ്ട്. മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. മുട്ടി ചുരുട്ടി ഇടിച്ചിട്ടുണ്ട്. ചാട്ടവാറാളുടെ അടിയേറ്റ നീണ്ട ഉഴച്ചാലുകൾ അവന്റെ മുതുകിൽ വീണ് കിടപ്പുണ്ട്. എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാമെന്ന് പറയുമാറ് മാംസപേശികൾ പറഞ്ഞു പോയിട്ട് അസ്ഥികൾ വെളിപ്പെട്ടിട്ടുണ്ട്. അവന്റെ കുടലിന്റെ നടുവേ ഉരുകിപ്പോയി. അവന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി. ഈ കാഴ്ച കണ്ടുകൊണ്ട് സഖറിയ പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ കൈകളിൽ കാണുന്ന മുറിവുകൾ എന്തേ എന്ന് ചോദിച്ചില്ല. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട് അടികളുടെ പാടുകളാണ്. ആരാണ് അവനെ അടിച്ചത്? അവനെ സ്നേഹിച്ചവർ, സ്വന്തം ജനം, യഹൂദ ജാതി അവനെ മുറിവേൽപ്പിച്ചു. നമ്മുടെ പാഠപുസ്തകത്തിൽ പഞ്ചമുറിവുകളെ സ്മരിക്കുന്ന പല പാട്ടുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ യേശു കർത്താവിന്റെ ശരീരത്തിൽ ഈ പഞ്ചമുറിവുകളെ ഉള്ളൂ. 5, 50, 500 അല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത മുറിവുകളാണ്
ശിരസ് മുതൽ പാദം വരെ കർത്താവിനുള്ളത്. ഈ പഞ്ചമുറിവിന് ചില വേദപഠിതാക്കന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം 5 വിധത്തിലുള്ള മുറിവുകളെന്നാണ്. അത് തെറ്റില്ലാത്തൊരു വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ട് അത് ഏതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. യേശു കർത്താവിന്റെ ശരീരത്തിൽ 5 വിധത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ് ഇസ്കരിയോത്ത യൂദായും മഹാപുരോഹിതന്മാരുടെ സേവകരും റോമൻ പടയാളികളുമായി 600 പേരടങ്ങിയ സംഘം കർത്താവിനെ പിടിക്കുവാൻ വന്നത്. യൂദ യേശുവിനെ ചുംബിച്ച് പരിജനത്തിന് കാണിച്ചു കൊടുത്തു. അവർ യേശുവിനെ കയ്യേറ്റു. കഴിഞ്ഞ 3.5 വർഷമായി യേശുവിനെ പിടിക്കാൻ ഇവരാവത് ശ്രമിച്ചതാണ്, പിടികിട്ടിയില്ല. ഇപ്പോൾ കൈ കിട്ടി. സകല കോപവും വെളിയിലെടുത്ത് ഈ പടയാളികൾ യേശുവിനെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി. ഈ പടയാളികളുടെ ബലവത്തായ മുഷ്ടികൾ യേശുവിന്റെ തങ്ക തിരുമേനിയിൽ പതിയാൻ തുടങ്ങിയപ്പോൾ അവന്റെ ശരീരം ചതയാനായിട്ട് തുടങ്ങി. മാത്രമല്ല, വിസ്താര കോടതിയിൽ അവന്റെ കന്നത്തടിക്കുന്നുണ്ട്, മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നുണ്ട്. ഈ ഇടിയേറ്റ അവന്റെ തങ്ക തിരുമേനി ചതഞ്ഞു. യേശുവിന്റെ ശരീരത്തിലെ 1ാമത്തെ മുറിവ് ചതഞ്ഞ മുറിവാണ്. ശരീരം മുഴുവൻ ചതഞ്ഞ് മുറിവേറ്റ് കർത്താവ് നിൽക്കുക. അന്ന് രാവിലെ 5 അരമനകളിലാണ് കർത്താവിനെ വിസ്തരിച്ചത്. മഹാപുരോഹിതനായ അന്നാ വിസ്തരിച്ചു, മഹാപുരോഹിതനായ കയ്യാഫ വിസ്തരിച്ചു, സൻഹദ്രീം സംഘം വിസ്തരിച്ചു, ഗലീലക്കാരനായ ഹെരോദ രാജാവ് വിസ്തരിച്ചു, റോമൻ ഗവർണറായ പീലാത്തോസ് വിസ്തരിച്ചു. മാറി മാറി വിസ്തരിക്കുന്നു. അവന് കുറ്റം കണ്ടെത്താൻ കഴിയുന്നില്ല. ഒടുവിൽ ജനത്തിന്റെ ആരവാദം നിമിത്തം പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവനെ അടുപ്പിച്ചിട്ട് വിട്ടയക്കാം. ജനത്തിന്റെ അനുവാദം നോക്കാതെ അകത്തെ കൽത്തളത്തിൽ കൊണ്ടുപോയി റോമൻ പടയാളികളെ കൊണ്ട് ചാട്ടവാറ് കൊണ്ട് കർത്താവിനെ മാറി മാറി അടിച്ചപ്പോൾ അവന്റെ മുതുകിൽ നീണ്ട ഉഴച്ചാലുകൾ വീഴാൻ തുടങ്ങി. മാംസപേശികൾ പറഞ്ഞ പോയിട്ട അസ്ഥികൾ വെളിപ്പെടുവാനായിട്ട് തുടങ്ങി. അവനെ കെട്ടഴിച്ച് ജനത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ രക്തമൊലിപ്പിച്ച വിരൂപനായി നിൽക്കുന്ന യേശുവിനെ നോക്കിയപ്പോൾ ജനത്തിനൊരു സംശയം. അകത്തേക്ക് കൊണ്ടുപോയ കോമള രൂപിയാണോ ഈ നിൽക്കുന്ന മനുഷ്യൻ? സംശയിച്ചു നോക്കുമ്പോഴാണ് പീലാത്തോസ് വിളിച്ചു പറഞ്ഞത്, ബിഹോൾഡ് ദ മാൻ, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞാൽ ഞാൻ അകത്തേക്ക് കൊണ്ടുപോയ അതേ മനുഷ്യനാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ, ഞാൻ ഇവനെ വിടട്ടോ. ജനം പറഞ്ഞു, ഇവനെ വിട്ടാൽ നീ കൈസരുടെ സ്നേഹിതനല്ല. യേശുവിന്റെ ശരീരത്തിലെ 2ാമത്തെ മുറിവ് ചാട്ടവാറാൽ ഏറ്റതായ മുറിവാണ്. ഈ സമയത്ത് പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി യേശുവിനെ ജനത്തിന് കൊടുത്തു. അവർ കയ്യേറ്റ ഉടനെ ആദ്യം ചെയ്തത് മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ യേശുവിന്റെ ശിരസിൽ വച്ച കോലുകൊണ്ട് അടിച്ചിറക്കി. തലയോട് പോലും കിഴിഞ്ഞ ആ മുൾക്കിരീടം ഉറച്ചിതു. യേശുവിന്റെ ശരീരത്തിലെ 3ാമത്തെ മുറിവ് മുൾക്കിരീടത്താൽ ഏറ്റ മുറിവാണ്. ഭാരമുള്ള പച്ച പൈന്മര കുരിശ അവന്റെ തോളിൽ വെച്ചു കൊടുത്തു. തലയോടിടമെന്ന് അർത്ഥമുള്ള ഗോൽഗോത്ത മലയിലേക്ക് യേശുവിനെ കൊണ്ടുപോയത് യെരൂശലേമിന്റെ കിഴക്കേ വാതിലൂടിയ. ധൂമ്രവസ്ത്രം ധരിപ്പിച്ച, അവന്റെ വലത് കൈ കോല് പിടിപ്പിച്ച, ഈ ക്രൂശ് ചോപ്പിച്ച കിഴക്കേ വാതിലിന്റെ പുറത്തിറങ്ങി അന്ന് ആ വാതിൽ അടച്ചു. കർത്താവിനെ ഗോൽഗോത്ത മലയിൽ കൊണ്ടുപോയി 3 കാരിരും ബാണികൾ കൊണ്ട് കർത്താവിനെ മരത്തോട് ചേർത്തടിച്ചു. യേശുവിന്റെ ശരീരത്തിലെ 4ാമത്തെ മുറിവ് മുൾക്കിരീടത്ത അല്ലെങ്കിൽ കാരിരും ബാണികളാൽ ഏറ്റ മുറിവാണ്. ഒരു കുഴിയുണ്ടാക്കി കുഴിയിലേക്ക് നാട്ടി, ആ നാട്ടിയപ്പോൾ ഉണ്ടായ ആട്ടത്തിങ്കൽ അവന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയി. നീണ്ടി 6 മണിക്കൂർ കർത്താവ് ക്രൂശിൽ കടന്നു. നമ്മുടെ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സ്വന്തം ചുമലിന്മേൽ തലചായിച്ച് അവൻ പ്രാണനെ വെടിഞ്ഞു. അടുത്ത ദിവസം ശബത്താണ്. ശബത്തിൽ ശവങ്ങൾ മരത്തിൽ തൂങ്ങാൻ പാടില്ല, കൊന്നു പെട്ടെന്ന് ഇറക്കണം. പടിയാളികളുടെ മുട്ട് തല്ലിപ്പൊട്ടിച്ചു. യേശുവിനെ മുട്ട് തല്ലിപ്പൊട്ടിക്കാൻ വന്നപ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞു. അപ്പോൾ റോമൻ പടയാളി തന്റെ നീണ്ട കുന്തമെടുത്ത് യേശുവിന്റെ വിലാപ്പുറത്ത് ആഞ്ഞുകുത്തി. ചങ്ക് പോലും കുത്തിപ്പിളർന്ന് ആ കുന്തം കടന്നുപോയി. രക്തം ധാരധാരിയായി ഒഴുകാൻ തുടങ്ങി. യേശുവിന്റെ ശരീരത്തിൽ 5ാമത്തെ മുറിവ് കുന്തത്താലേറ്റ മുറിവാണ്.
അവന്റെ ശരീരത്തിൽ ചതഞ്ഞ മുറിവുണ്ട്, അവന്റെ ശരീരത്തിൽ ചാട്ടവാതാലേറ്റ മുറിവുണ്ട്, അവന്റെ ശരീരത്തിൽ മുൾക്കിരീടത്താലേറ്റ മുറിവുണ്ട്, അവന്റെ ശരീരത്തിൽ കാലിലും പാണികളാലേറ്റ മുറിവുണ്ട്, അവന്റെ ശരീരത്തിൽ കുന്തത്താലേറ്റ മുറിവുണ്ട്. ഇത് എണ്ണിയാൽ 5ഉം 50ഉം 500ഉം അല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത മുറിവുകൾ അവൻ അനുഭവിച്ചത് പാപത്താൽ നമുക്ക് സംഭവിച്ച മുറിവുകളെ വെച്ച് കെട്ടുവാനാണ്. ദൈവത്തിനെ മഹത്വം. ദൈവ സ്നേഹത്തിന്റെ പ്രദർശനശാല യേശു കർത്താവിന്റെ ക്രൂശ. ഈ നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട കർത്താവ് മടങ്ങി വരുന്ന അന്ന് മാത്രമേ യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ തുറക്കപ്പെടാവൂ. ഇന്ന് ആ ഈസ്റ്റ് ഗേറ്റ്, ഗോൾഡൻ ഗേറ്റ്, സുവർണ വാതിൽ അടഞ്ഞു കിടക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി അന്ന് ഈ വാതിൽ അടഞ്ഞതാണ്. ഇന്നേ വരെ ആ വാതിൽ പിന്നെ തുറന്നിട്ടില്ല. പലരും തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തുറക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ പ്രശ്നം തൊട്ടു മുമ്പിൽ മുസ്ലിങ്ങളുടെ ശവക്കോട്ടയാണ്, അവര് തുറക്കാൻ സമ്മതിക്കത്തുമില്ല. ഈ വാതിൽ ഇന്നോ നാളെയോ തുറക്കേണ്ട വാതിലല്ല. നമ്മുടെ കർത്താവ് എന്ന് പ്രഭുവായി മടങ്ങി വരുമോ അന്ന് മാത്രമേ ഈ വാതിൽ തുറക്കാവൂ. അതുവരെ ഈ വാതിൽ അടഞ്ഞു കിടക്കണമെന്ന പ്രവാചകനായ യെഹെസ്കേലിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട്. ഈ ഗേറ്റ് തുറക്കുന്നതിനെ പറ്റിയുള്ള പ്രവചനമാണ് 24-ാം സങ്കീർത്തനം 7, 8, 9 വാക്യങ്ങൾ. 24-ാം മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാവുന്നു മഹത്വത്തിന്റെ രാജാവ്. ഈ പ്രവചനം ഇന്നേ വരെ നിറവേറിയിട്ടില്ല. ഈ പ്രവചനം നിറവേറുന്നത് കർത്താവിന്റെ പരസ്യവരവിൻ നാളിലാണ്. കർത്താവ് രഹസ്യത്തിൽ വന്ന് തന്നെ സഭയെ എടുത്ത ശേഷം 7 വർഷം കഴിഞ്ഞ് അവൻ പരസ്യമായി ആകാശമേഘങ്ങളെ വാഹനമാക്കി ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവനും ആ കാഴ്ച കാണുവാതെ പരസ്യമായി ഇറങ്ങി വരും. കർത്താവിന്റെ തൃപ്പാദങ്ങൾ ഒലിവുമലയെ തൊട്ട് കഴിയുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളരും. അവിടുന്ന് താഴ്വര ഉണ്ടാകും. അതിന് യഹോശാഫാത്ത് താഴ്വര എന്ന് പേരാകും. അവിടെ തേജസ്സിന്റെ സിംഹാസനമിട്ട് ജാതികളെ ന്യായം വിധിക്കും. മഹോപദ്രവ കാലത്ത് യഹൂദനെ സഹായിച്ചതിനും സഹായിക്കാത്തതിനെ വെളിച്ചത്തിൽ അറബ് രാജ്യങ്ങൾക്കുള്ള ന്യായവിധിയാണ്. സാത്താനെ ആയുധമായിട്ട് ബന്ധിക്കും. തുടർന്ന് കത്താവുന്ന സഭയും ആ ഒലിവുമലയുടെ ഇറക്കമിറങ്ങും. കിദ്രോനോട് കടന്ന് യെരൂശലേമിനെ കയറ്റം കയറി അവൻ യെരൂശലേമിൽ പ്രവേശിച്ച തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ പോകുക. അവൻ ഈ യെരൂശലേമിൽ പ്രവേശിക്കേണ്ടത് ഈ കിഴക്കേ വാതിലൂടെയാണ്. കർത്താവും സഭയും ദൂതന്മാരും ആ കിഴക്കേ വാതിലെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കർത്താവിനോടൊപ്പം നിൽക്കുന്ന ദൂതൻ കിഴക്കേ വാതിൽക്കൽ നിൽക്കുന്ന ദൂതനോട് വിളിച്ചു പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവി, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഉടനെ അവിടെ നിൽക്കുന്ന ദൂതൻ ഇങ്ങോട്ടോ ചോദ്യം, മഹത്വത്തിന്റെ രാജാവ് ആര്? അത് അവൻ ചോദിച്ച ചോദ്യമാണ്. അതിന് ഇങ്ങേ തലക്കൽ നിൽക്കുന്ന ദൂതൻ കൊടുക്കുന്ന മറുപടി, മഹത്വത്തിന്റെ രാജാവോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ഈ വാതിലൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഇവന്റെ തലയിൽ മുൾക്കിരീടമായിരുന്നു. ഇന്ന് ഇവന്റെ തലയിൽ നോക്ക അനേകം രാജമുടികൾ ഇവന്റെ തലയിൽ ഇരിക്കുക. അന്നവൻ ഈ വാതിലൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഇവന്റെ തോളിൽ പച്ച പൈമല കുരിശായിരുന്നു. ഇന്ന് അവന്റെ തോളിൽ നോക്ക ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഇരിക്കുക. അന്നവൻ ഈ വാതിലൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഇവന്റെ വലത് കൈയിൽ കോലായിരുന്നു. ഇന്നവന്റെ വലത് കൈയിൽ നോക്ക മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ വലത് കയ്യിൽ ഇരിക്കുക. അന്നവൻ ഈ വാതിലൂടെ ധൂമ്രവസ്ത്രം ധരിച്ച് ഏച്ചുവേച്ച്
മറന്നുപോയെങ്കിൽ ഇന്നോ വസ്ത്രാലംകൃതനായി തന്റെ ശക്തിയുടെ മഹാന്യത്തിൽ നടന്നു വരുന്ന ഇവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, യുദ്ധവീരനായ യഹോവ വാതിലുകളെ തല ഉയർത്തും. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന ആ വാതിൽ മഹത്വത്തിന്റെ രാജാവിന്റെ കാലച്ചയുടെ മുമ്പിൽ തുറക്കപ്പെടും. ഏത് വാതിൽ കർത്താവ് അപമാനിക്കപ്പെട്ടു, ഏത് വാതിൽ അവൻ മുറിവേറ്റുവോ, ആ വാതിൽക്കൽ അവൻ മാനിക്കപ്പെടാൻ പോകുന്നെങ്കിൽ ദൈവത്തിലെ നീ എവിടെ ലജ്ജിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ നിന്റെ തല കുനിഞ്ഞുവോ, അവിടെ ദൈവത്തിന്റെ തലയെ ഉയർത്തിയിട്ടുണ്ട്. ഇനിയും ഉയർത്തുവാൻ വിളിച്ച ദൈവം വിശ്വസ്തൻ. നാം അപമാനിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ ദൈവം നമ്മെ മാനിക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ പ്രദർശനശാല യേശുക്രിസ്തുവിന്റെ ക്രൂശ. നാം കണ്ട ഒന്നാമത്തെ ദർശനം അതാണ്. ദൈവ സ്നേഹത്തിന്റെ ദർശനം കണ്ട ദൈവത്തിൽ അടുത്ത് കാണുന്ന ദർശനം ദൈവത്തിന്റെ വിശുദ്ധിയുടെ ദർശനം. അതിന് രണ്ടു വശമുണ്ട്, ഉപദേശ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും. ഉപദേശ വിശുദ്ധി മനസ്സിലാക്കിയത് കൊണ്ട് ആഴിയം നോക്കാതെ ആഴം ആരായാതെ കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം ഏൽക്കുവാൻ, വേർപെട്ട് കർത്താവിനെ ആരാധിക്കുവാൻ നമുക്കൊക്കെ ഇടയായത് വിശുദ്ധിയുടെ ഉപദേശ വിശുദ്ധി മനസ്സിലാക്കിയത് കൊണ്ട്. നമ്മളെ തന്നെ സൂക്ഷിച്ച് ജീവിത വിശുദ്ധി നമ്മൾ സൂക്ഷിക്കും. ഈ രണ്ട് ദർശനം കണ്ട ഭക്തൻ മൂന്നാമത് കാണുന്ന ദർശനം ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ദർശനം. വേദപുസ്തകത്തിലെ ഭക്തന്മാരോട് ദൈവം വിശ്വസ്തനായിരുന്നത് പോലെ, നമ്മുടെ പൂർവ്വ മാതാപിതാക്കളോട് വിശ്വസ്തനായിരുന്നത് പോലെ ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കും. നാലാമത് ദൈവം നമ്മളെ കാണിക്കുന്ന ദർശനം സമൃദ്ധിയുടെ ദർശനം. സങ്കീർത്തനക്കാരൻ പാടി, ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മുടെ ജീവിത അനുഭവ സാക്ഷിയുമാണ്. ഈ നാല് ദർശനം കണ്ട ഒരു ദൈവത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന അഞ്ചാമത്തെ ദർശനം സമർപ്പണത്തിന്റെ ദർശനം. നമ്മെയും നമുക്കുള്ളതിനെയും ദൈവത്തിനായി സമർപ്പിക്കുകയാണ്. മോശെ ആ ദർശനം കണ്ടു, ആശ്ചര്യപ്പെട്ടു. ഈ ദർശനത്തിലൂടെ ദൈവം മോശയ്ക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കുകയായി. തന്റെ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചെടുക്കണം. എന്നാൽ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മോശ ദൈവത്തോട് പറയുന്ന 7 ഉപാധികളുണ്ട്. 7 എക്സ്ക്യൂസസ്. 7 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മോശ അവതരിപ്പിക്കുന്ന 7 ന്യായങ്ങൾ, മോശയുടെ ന്യായങ്ങൾ. 1, 3-ാം അധ്യായം 11-ാം വാക്യം. 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തു മാത്രമുള്ളൂ. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ എന്തു മാത്രമുണ്ട്. ഈ 7 പ്രശ്നത്തിന് നമുക്ക് തന്നെ പേര് കൊടുത്തങ്ങ് പോകാം. ഈ പ്രശ്നത്തിനൊരു പേര് കൊടുക്കാനാണെങ്കിൽ പേഴ്സണാലിറ്റി പ്രോബ്ലം എന്ന് വേണേൽ പറയാം. പേഴ്സണാലിറ്റി പ്രോബ്ലം. ഈ ഫറവോന്റെ അടുക്കൽ ചെന്നൊക്കെ പറയണമെങ്കിൽ ഇവൻ അവിടെ തന്നെയാ ജീവിച്ചതും വളർന്നതെങ്കിലും ഇപ്പം പോകാൻ 40 വർഷമായിട്ട് ആടിന്റെ പുറകെ നടന്നവനാ. വെയിൽ കൊണ്ട് ഇവന്റെ രൂപവും ഭാവവും എല്ലാം മാറി. കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയപ്പോഴുള്ള മോശയല്ല ഈ 80-ാമത്തെ വയസ്സിലെ മോശ. ഇവനെല്ലാം മാറ്റം സംഭവിച്ചു. ഞാൻ എന്തു മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തോ പേഴ്സണാലിറ്റി ഉണ്ട്. ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയാനും ജനത്തെ വിടണമെന്ന് പറയാനും ഞാൻ എന്തു മാത്രമേ ഉള്ളൂ. പേഴ്സണാലിറ്റി പ്രോബ്ലം അവതരിപ്പിച്ചു ദൈവം. അപ്പൊ ഇതിനെല്ലാം നീക്കുപോക്ക് പറയുന്നുണ്ട്. മോശ നീ ചെല്ല. ഉടനെ ഇവൻ രണ്ടാമത്തെ പ്രശ്നം അവതരിപ്പിച്ചു. 13-ാം വാക്യം. 3-ാം അധ്യായം 13-ാം വാക്യം. മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയും? എനിക്ക് നിന്റെ പേര് പോലും അറിയത്തില്ല. ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് പറയുക എന്റെ ദൈവം നമ്മുടെ ദൈവം നമുക്ക് വ്യത്യാസപ്പെട്ടു. അപ്പൊ ന്യായമായി ഒരു ചോദ്യം ചോദിക്കും.
നീ പറയുന്ന നിന്റെ ദൈവത്തിന്റെ പേര് എനിക്ക് നിന്റെ പേര് പോലും അറിയത്തില്ല. ഈ പ്രശ്നം നോളജ് പ്രോബ്ലം, അറിവിന്റെ പ്രശ്നം. എനിക്ക് നിന്റെ പേര് പോലും അറിയത്തില്ല. ഉടനെ ദൈവം തന്റെ പേര് പറഞ്ഞു കൊടുത്തു. ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ. അപ്പൊ ദൈവത്തിന്റെ പേരെന്തുവാ? ഞാനാന്ന് പറയാൻ. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം, വാസുടെ പേരെന്തുവാ? ഞാൻ പറയാം ഞാനാ. നിങ്ങൾ എന്തോ മനസ്സിലായി? ഇയാളെന്തൊരു മനുഷ്യൻ, പേര് ചോദിച്ചപ്പോ ഞാനാ. ഇത് തന്നെയാ ദൈവം പറഞ്ഞത്. എന്റെ പേര് ഞാനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മോശെ നിനക്കറിയാവുന്ന ഞാൻ. ഈ ഞാനെന്ന് പറയുന്ന ഒരു പേര് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ അമേരിക്ക കാണത്തില്ല, നമ്മൾ കേരളത്തിലുണ്ട്. ഈ അസമയത്തൊക്കെ ശുശ്രൂഷ കഴിഞ്ഞോ ഇല്ലെങ്കിൽ ജോലി കഴിഞ്ഞോ എവിടെങ്കിലും ദീർഘദൂര യാത്ര ചെയ്ത് രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ല് അമർത്തിയോ കഥകെ മുട്ടുകയോ ചെയ്താൽ വീട്ടുകാരൊന്നും ഓടി വന്ന് കഥ തുറക്കത്തില്ല, കള്ളന്മാരുടെ കൂടെ. ഉടനെ അകത്തുനിന്ന് ചോദ്യം, ആരാ? വെളിയിൽ നിൽക്കുന്ന ആൾ കൊടുക്കുന്ന മറുപടി ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏത് ഞാൻ? നമ്മൾ പേരും പറഞ്ഞില്ല, ബന്ധവും പറഞ്ഞില്ല. അകത്തെ ചോദ്യം ആരാ? നമ്മുടെ മറുപടി നമ്മൾ പേര് പറയാം ഞാൻ. അങ്ങനെ ഒരു ഞാനുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ഏത് ഞാനെന്ന് അറിയാവുന്ന വ്യക്തിയാവത്തൂന്ന് കേൾക്കുന്നത്. എന്റെ പേരോ മോശെ നിനക്കറിയാവുന്ന ഞാൻ, വടി താഴെയിട്ട സർപ്പമാക്കാൻ കഴിയുന്ന ഞാൻ, വെള്ളം നിലത്തൊഴിച്ചാൽ വ്യക്തമാക്കാൻ കഴിയുന്ന ഞാൻ. എന്റെ പേര് ഞാനെന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. ഇപ്പോഴൊന്നും കേരളത്തിലില്ല, പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നാട്ടുമ്പുറത്ത് ഈ പ്രമാണിമാരുണ്ട്, അല്ലെങ്കിൽ ജമ്മിമാർ. അപ്പൊ ഈ എമ്മിയുടെ വീട്ടില് കൂന്താലിയോ കോടാലിയോ അല്ലോ ഒടിഞ്ഞെന്ന് വെച്ചു. ഇപ്പം പണിക്കാനും നീക്കുക. അവിടെ ആളിനെ പണിക്കാനോട് എവിടോ അപ്പം തീർന്ന ആ കൂന്താലി എന്ന് നീ പോയി ചോദിക്കാം. ഇവൻ ചെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇപ്പം തരാനൊന്നും ഒക്കത്തില്ലെന്ന്, എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ അവൻ ഏതാണ്ടോ പാതി പറഞ്ഞു ഇവനെ വിട്ടു. അപ്പൊ ഇദ്ദേഹം വന്ന ഈ ജമ്മിയോട് പറഞ്ഞു ഇപ്പം തരാൻ ഒക്കത്തില്ലെന്നാ പറഞ്ഞത്. ഉടനെ നമ്മുടെ ജമ്മി പറയുക, ആഹാ അങ്ങനെ പറഞ്ഞു. എടാ നീ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത്. ആ ഞാനേതാ? ഞാൻ പറഞ്ഞെന്ന് പറ. അതല്പം അധികാരത്തിന്റെ ഞാനാണ്. എന്റെ ഞാനെന്ന് പറഞ്ഞാൽ അധികാരമുള്ള ഞാൻ. നീ മോശ പോയെന്ന്. ഉടനെ 3ാമത്തെ ഉപാധി വെച്ചു. 4-ാം അധ്യായം 1-ാം വാക്യം, 4:1. അതിന് മോശ അവരെന്നെ വിശ്വസിക്കാതെ. ഇതാ 3ാമത്തെ പ്രശ്നം. എന്റെ പിന്നെ വായിക്കാം. അവരെന്നെ വിശ്വസിക്കത്തില്ല. ഈ വിശ്വാസം വരുന്നത് എങ്ങനെയാ? നമ്മുടെ ഇവിടെ ഒക്കെ ഐഡന്റിറ്റി കാർഡ്, ഞാൻ പാസ്പോർട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പൊ എന്നെ വിശ്വാസം വേണമെങ്കിൽ ഞാൻ പാസ്പോർട്ട് കാണിക്കും. അപ്പൊ ഇത് നമ്മുടെ കാര്യം, നമ്മളെ മറ്റൊരാൾ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരിക്കും. അവരെന്നെ വിശ്വസിക്കത്തില്ല. ഈ പ്രശ്നം അതോറിറ്റി പ്രോബ്ലമാണ്. എന്നെ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്താ വഴി അതോറിറ്റി ഉള്ളത്? എനിക്ക് അങ്ങനെ ഒരു അതോറിറ്റിയെ എനിക്കില്ല. അപ്പൊ 3ാമത്തെ പ്രശ്നം അതോറിറ്റി പ്രോബ്ലം, അധികാരത്തിന്റെ പ്രശ്നം. ഇനി അവിടെ തന്നെ വായിച്ചു. അവിടെ 3 പ്രശ്നം ഒന്നിച്ചുണ്ട്. അവരെന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും. ഇതാണ് 4ാമത്തെ പ്രശ്നം. എടാ ഈ പറഞ്ഞിട്ടല്ലയോ വാക്ക് കേൾക്കുന്നോ ഇല്ലയോ എന്ന് അറിയുന്നത്. നമ്മുടെ നാട്ടിൽ ചില പിള്ളേരുണ്ട്, ഞാൻ പരീക്ഷ എഴുതില്ല, എന്താ ഞാൻ തോറ്റു. എടാ നീ എഴുതിയിട്ടല്ലയോ ജയിച്ചോ തോറ്റോ എന്ന് അറിയുന്നത്. ചെയ്യുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവ് അപ്രോച്ച് വരുന്നതിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയുന്നത്, അപകർഷതാബോധം. ഇതാണ് മോശയുടെ 4ാമത്തെ പ്രശ്നം. അവരെന്നെ വിശ്വസിക്കത്തില്ല. ഇവ പറഞ്ഞതുപോലെ ഇല്ല. അതിനുപേരെ വിധി എഴുതി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇനി അടുത്ത പ്രശ്നം അവിടെ തന്നെയുണ്ട്. അവര് എന്റെ വാക്ക് കേൾക്കാതെയും അവരെന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായില്ല. ഇതാണ് 5ാമത്തെ പ്രശ്നം. യഹോവ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു, ആര് പറഞ്ഞു? ഇത് റിലേഷൻഷിപ്പ് പ്രോബ്ലമാണ്, ബന്ധത്തിലെ വിഷയമാണ്. ഈ ദൈവം അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നവനല്ല. ഈ 3 പ്രശ്നത്തിനും ദൈവം പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ പോയില്ല. ഇവന്റെ 6ാമത്തെ പ്രശ്നം 4-ാം അധ്യായം 10-ാം വാക്യം. മോശ യഹോവയോട്
കർത്താവെ, മുൻപേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല. ഇതാണ് ആറാമത്തെ പ്രശ്നം. അത് മോശ ദൈവത്തോട് അവതരിപ്പിക്കുന്നതിന് എന്ത് ദയനീയമായിട്ടാണ്. നമ്മൾ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, എന്നെപ്പറ്റി നിനക്ക് എന്തോ മനസ്സിലായത്? മുമ്പേ തന്നെയും അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ലെന്ന് മനസ്സിലായില്ല. ഇതാരോടാ പറഞ്ഞത്? ഇതുപോലെ സൃഷ്ടിച്ചവനോടെ ഈ പറയുന്നത്. ഈ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. അവിടെ ചെന്ന് ഫറവോനെ വിടാൻ പറയണമെങ്കിൽ ഫാഫാൻ പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് അങ്ങ് നീളും. അപ്പൊ എനിക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, നേരെ ചൊവ്വേ പറയാനൊക്കത്തില്ല. അപ്പൊ അതിനും പരിഹാരമൊക്കെ ദൈവം പറഞ്ഞു. എന്നിട്ട് സഹോദരൻ അഹദൻ വരുന്നു, അവൻ നിനക്ക് നാവായിരിക്കും, പക്ഷെ ഇവ പോയില്ല. 7ാമത്തെ പ്രശ്നം 13-ാം വാക്യം, 4-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ അവൻ കർത്താവെ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ. ഈ 6 പ്രശ്നത്തിനും പരിഹാരം ദൈവം കൊടുക്കുന്നുണ്ട്. 7ാമത് മോശ പറഞ്ഞു, എന്നെ കൊണ്ട് വയ്യ, മറ്റാരെങ്കിലും നീ തിരഞ്ഞെടുക്കണം. എസ്കേപ്പിസം. ഇതാണ് 7ാമത്തെ പ്രശ്നം, ഒളിച്ചോട്ടം. അപ്പോൾ യഹോവ കോപിച്ചു. അടുത്ത് വായിക്കുന്ന അങ്ങനെ കഴിഞ്ഞ 6 പ്രശ്നത്തിന് ദൈവം പരിഹാരം കൊടുത്തു. എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ദൈവം കോപിച്ചു. നിന്നെ കൊണ്ട് മാത്രമേ, നിന്നിലൂടെ മാത്രമേ ഞാൻ എന്റെ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുകയുള്ളൂ. ആ സ്ഥാനത്ത് മറ്റാരെയും അവരോധിപ്പിക്കാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിനെ സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കോണം. എന്തിനാണ് മോശയ്ക്ക് 5 ദർശനങ്ങൾ കൊടുത്ത് ഈ ഫറവോന്റെ അടുക്കലേക്ക് മോശയെ അയച്ചതെന്ന് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ചെന്ന് മിസ്രയീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ പറക എന്ന്. ഇതിനു വേണ്ടിയാണ് ദൈവം മോശയെ നിയോഗിക്കുന്നത്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം വിടുവിക്കുവാൻ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം വിടുവിച്ചതിന്റെ ഉദ്ദേശം എന്താ? 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജനത്തെ മോശ മുഖാന്തരം ദൈവം വിടുവിച്ചത്. 5 വാക്യങ്ങൾ വായിക്കാം, ശേഷം കാര്യങ്ങൾ നാളെ നമുക്ക് ചിന്തിക്കാം. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ മക്കളെ ദൈവം മോശ മുഖാന്തരം വിടുവിച്ചതിന്റെ 1-ാമത്തെ ഉദ്ദേശം. 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, ആ കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നു. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ 1-ാമത്തെ ഉദ്ദേശം വാഗ്ദത്ത കനാനിൽ കൊണ്ടെത്തിക്കുവാനാണ്. 2 വാക്യങ്ങൾ നമ്മൾ അവിടെ വായിച്ചു. ആ 2 വാക്യങ്ങളിലായി ദൈവത്തോടുള്ള ബന്ധത്തിൽ 4 ക്രിയാപദങ്ങളുണ്ട്. 1, ദൈവം പറയുന്നു ഞാൻ കണ്ടു. ദൈവം എന്ത് കണ്ടു? തന്റെ ജനത്തിന്റെ കഷ്ടതകൾ. 2, ദൈവം പറയുന്നു ഞാൻ കേട്ടു. ദൈവം എന്ത് കേട്ടു? തന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. 3, ദൈവം പറയുന്നു ഞാൻ അറിയുന്നു. ദൈവം എന്തറിഞ്ഞു? തന്റെ ജനത്തിന്റെ സങ്കടം അറിഞ്ഞു. ലോകം നമ്മളെ കാണും, ലോകം നമ്മളെ കേൾക്കും, എന്നാൽ ലോകത്തിന് എന്നെയും നിങ്ങളെ അറിയാൻ കഴിയത്തില്ല. നിന്റെ ഉള്ളിലെ സങ്കടങ്ങളും നീറ്റലുകളും നൊമ്പരങ്ങളും വേദനകളും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ സങ്കടം അറിയുന്നവൻ ഒരുവനുണ്ട്, ജീവന്റെ ദാതാവായ കർത്താവ് മാത്രമാണ്. കണ്ടവൻ, കേട്ടവൻ, അറിഞ്ഞവൻ സ്വർഗത്തിൽ അടങ്ങിയിരുന്നില്ല, ഇറങ്ങി വന്നു. എന്തിനാ? ഈ ജനത്തെ വിടുവിച്ചു കൊണ്ടുപോകുവാൻ. എവിടെ? നല്ല ദേശത്ത് കൊണ്ടെത്തിക്കുവാൻ. മരുഭൂമിയിൽ ഉഴന്നു പറഞ്ഞ് പട്ടു വീഴാനല്ല ദൈവം ഈ ജനത്തെ വിടുവിച്ചത്, വാഗ്ദത്ത കനാനിൽ കൊണ്ടെത്തിക്കാൻ. അങ്ങനെയെങ്കിൽ
പിശാചിനി അടിമത്തത്തിൽ കടന്നിരുന്ന എന്നെയും നിങ്ങളെയും കാലാകാലങ്ങളിൽ കർത്താവ് വിടുവിച്ചതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം സ്വർഗീയ കനാനിൽ കൊണ്ടെത്തിക്കുവാൻ. യൂദായുടെ ലേഖനം 24 വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. കർത്താവ് നമ്മളെ വിടുവിച്ചതെന്തിനാ? വീഴാതെ നമ്മളെ സൂക്ഷിച്ചൊരുനാൾ പിതാവിന്റെ സന്നിധാനത്തിൽ ആനന്ദത്തോടെ നമ്മളെ കൊണ്ട് കാഴ്ചവയ്ക്കുവാനാണ് കർത്താവ് നമ്മളെ വിടുവിച്ചത്. ഇവിടെ കൊട്ടിയും പാടിയും പ്രസംഗിച്ചും പ്രവചിച്ചും ഇവിടെ കൊണ്ട് ജീവിതം പൊലിയാനല്ല, ഒരു നിത്യനാട്ടിൽ നമ്മളെ കൊണ്ട് കാഴ്ചവയ്ക്കുവാൻ. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം വാഗ്ദത്ത കനാനിൽ കൊണ്ടെത്തിക്കുവാൻ. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ മക്കളെ ദൈവം മോശെ മുഖാന്തരം വിടുവിച്ചതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം 7-ാം അധ്യായം പുറപ്പാട് പുസ്തകം 16-ാം വാക്യം, 16-ാമത്തെ വാക്യം, 7-ാം അധ്യായം 16. അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഇതായിട്ട് രണ്ടാമത്തെ കാര്യം, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവം മോശയോട് പറഞ്ഞു, ഫറവോനോട് കൽപ്പിക്കാം ജനത്തെ വിടാൻ, ജനം എന്നെ ആരാധിക്കട്ടെ. അവൻ വിട്ടില്ല. അപ്പൊ ദൈവം പിന്നെയും മോശയോട് പറഞ്ഞു, ചെന്ന് കൽപ്പിക്കുക ജനത്തെ വിടാൻ, ജനം എന്നെ ആരാധിക്കട്ടെ. 8-ാം അധ്യായം 1-ാം വാക്യം, 8-ാം അധ്യായം 1-ാം വാക്യം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കും. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിടാൻ. അവൻ വിട്ടില്ല, ദൈവം വിട്ടില്ല. 8-ാം അധ്യായം 13-ാം വാക്യം, 13-ാം വാക്യം. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ഗൃഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലുമുള്ള തവള ചത്തുപോയി. 8:20 ക്ഷമിക്കണം, 8:20 ഒന്ന് വായിച്ചു. 8:20. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നാളെ നന്ന രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിൽക്കാം. അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിടാം. അവൻ വിട്ടില്ല, ദൈവം വിട്ടില്ല. 9-ാം അധ്യായം 1-ാം വാക്യം, 9-ാം അധ്യായം 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിടാം. അവൻ വിട്ടില്ല, ദൈവം വിട്ടില്ല. 9-ാം അധ്യായം 13-ാം വാക്യം. നേരത്തെ എനിക്ക് തെറ്റിപ്പോയതാ. 9:13. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നന്ന രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ ആവർത്തിച്ച് ഒറ്റ കാര്യമാണ് ദൈവം മോശെ മുഖാന്തരം ഫറവോനോട് കൽപ്പിക്കുന്നത്, ജനത്തെ വിടും, ജനത്തെ വിടും, ജനം എന്നെ ആരാധിക്കട്ടെ. അവൻ വിടാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന് മാറ്റം വന്നു. 10-ാം അധ്യായം 3-ാം വാക്യം, 10-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഇതുവരെ ദൈവം പറഞ്ഞതുപോലല്ല ഇപ്പം പറഞ്ഞു. ഫറവോനെ എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിടാം. ഇന്ന് രാത്രി ദേശശക്തികൾക്കെതിരായി ദൈവന്മാർ വിരൽ ചൂണ്ടി കൽപ്പിക്കുന്നത് മറ്റൊന്നല്ല, ജനത്തെ വിടാം, ജനത്തെ വിടാം, ജനം ദൈവത്തെ ആരാധിക്കട്ടെ. ജനത്തെ വിടാതെ വണ്ണം തടഞ്ഞു നിൽക്കുന്ന ഫറവോനിയ ശക്തികൾക്കെതിരായി ദൈവം എല്ലാ കാലത്തും വിരൽ ചൂണ്ടുന്നവനാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഇനിയും ആരാധനയ്ക്ക് വേദിക്കപ്പെടാനുള്ളവരുണ്ട്. അവരുടെ മേൽ ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കും. സ്തോത്രം.
ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കാൻ. അങ്ങനെയെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ കടന്നിരുന്ന നമ്മെ കർത്താവ് കാലാകാലങ്ങളിൽ വിടുവിച്ചതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ദൈവത്തെ ആരാധിപ്പാൻ. എങ്ങനെ ആരാധിക്കണമെന്ന ശമര്യക്കാരിയോടുള്ള സംഭാഷണം അദ്ദേഹം കർത്താവ് വിശദമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവാകുന്ന ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. സത്യം ദൈവവചനമാണ്. ദൈവവചന അവസ്ഥ പ്രകാരം ആത്മനിറവിൽ ആരാധിപ്പാനാണ് ദൈവം നമ്മളെ വിടുവിച്ചത്. ആ നിലയിൽ നമ്മളെ കർത്താവിനെ ആരാധിക്കുന്നത്. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം വാഗ്ദത്ത കനാനിലെത്തിക്കാൻ. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ദൈവത്തെ ആരാധിപ്പാൻ. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ മൂന്നാമത്തെ ഉദ്ദേശം 5-ാം അധ്യായം 1-ാം വാക്യം. 5-ാം അധ്യായം 1-ാം വാക്യം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ മൂന്നാമത്തെ ഉദ്ദേശം യഹോവയ്ക്ക് ഉത്സവം കഴിക്കുവാൻ. അതുകൊണ്ടാണ് ഈ ജനം പിൽക്കാലത്ത് വിടുവിക്കപ്പെട്ടപ്പോൾ 7 ഉത്സവങ്ങൾ ഇവർക്ക് ചട്ടമായിട്ട് കൊടുത്തു. നിങ്ങൾക്കറിയാമെങ്കിലും പേര് മാത്രം പറഞ്ഞ ഞാൻ ആ ഭാഗം വിടും. ഈ ജനം പിൽക്കാലത്ത് വിടുവിക്കപ്പെട്ടപ്പോൾ ദൈവം ചട്ടമായിട്ട് 7 ഉത്സവങ്ങൾ ദൈവങ്ങൾക്ക് കൊടുത്തു. ഒന്നാമത്തെ ഉത്സവം ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ, പെസഹ പെരുന്നാൾ. അത് എബ്രായ മാസങ്ങളിലെ 1-ാം മാസമായ ആബീബ് മാസം അല്ലെങ്കിൽ നീസാൻ മാസം 14-ാം തീയതിയാണ് ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ. സംഹാരദൂതൻ ഒഴിഞ്ഞു പോയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും 1-ാം മാസം 14-ാം തീയതി അവർ ഈ പെരുന്നാൾ കൊണ്ടാടിയിരുന്നു. രണ്ടാമത്തെ പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് അൺലീവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അത് 7 ദിവസമാണ്. 14-ാം തീയതി വൈകിട്ട് തൊട്ട് തന്നെ ആ പെരുന്നാൾ തുടങ്ങിയ അടുത്ത 7 ദിവസം ഇസ്രായേൽ കൂടാരങ്ങളിൽ പുളിപ്പൊന്നും പാടില്ല. പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുകയാണ് 7 ദിവസം. മൂന്നാമത്തെ പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് ഷീഫ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. അത് 1-ാം മാസം. 1-ാം മാസം 16-ാം തീയതി, പെസഹ കഴിഞ്ഞ 3-ാം ദിവസം. 1-ാം മാസം ഇസ്രായേൽ മക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ ഈ 3 പെരുന്നാളുകൾ കൊണ്ടാടി വീടുകളിലേക്ക് മടങ്ങിപ്പോകും. 4-ാമത്തെ പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് പെന്തിക്കോസ്ത്, പെന്തക്കോസ്ത് പെരുന്നാൾ. അത് 3-ാം മാസം 5-ാം തീയതിയാണ്. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാം ദിവസം. എന്നോട്ട് 50-ാം ദിവസം ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ തുടങ്ങി 50-ാം ദിവസം. ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ 1-ാം മാസം 16-ാം തീയതിയാണ്. അന്ന് മുതൽ 50 ദിവസം എണ്ണിയാൽ 3-ാം മാസം 5-ാം തീയതി കിട്ടും. എബ്രായ മാസങ്ങൾക്കെല്ലാം 30 ദിവസമേ ഉള്ളൂ. കാരണം അവരുടെ മാസങ്ങൾ ലൂണാർ മൺസാണ്, ചാന്ദ്രിക മാസങ്ങളാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന ഇംഗ്ലീഷ് മാസങ്ങൾ സോളാർ മൺസ്, സൂര്യ മാസങ്ങളാണ്. അതുകൊണ്ടാണ് 31, 28, 30, 31 എന്നൊക്കെ ഇങ്ങനെ വരാൻ കാരണം സൂര്യമാസങ്ങളായതുകൊണ്ട്. അവിടെ മാസങ്ങൾക്കെല്ലാം 30 ദിവസമേ ഉള്ളൂ. 1-ാം മാസം 16-ാം തീയതി ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ആ 16-ാം തീയതി മുതൽ ആ മാസം 30-ാം തീയതി വരെ 15 ദിവസമാണ്. 2-ാം മാസം 30 ദിവസം, 15, 30, 45. 3-ാം മാസം 5-ാം തീയതി 45, 5, 50. അപ്പോൾ 4-ാമത്തെ പെരുന്നാൾ പെന്തക്കോസ്ത് പെരുന്നാൾ 3-ാം മാസം 5-ാം തീയതി. ഇനിയത്തെ 3 പെരുന്നാളുകൾ 7-ാം മാസമാണ്. 5-ാമത്തെ പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് ബ്ലോയിങ് ഓഫ് ട്രംപറ്റ്സ്, കാഹളധ്വനിയുടെ പെരുന്നാൾ. അത് 7-ാം മാസം 1-ാം തീയതി. 6-ാമത്തെ പെരുന്നാൾ ഗ്രേറ്റ് അറ്റോൺമെന്റ് ഡേ, മഹാപാപപരിഹാര ദിവസം. അതും ഒരു പെരുന്നാളാണ്. അത് 7-ാം മാസം 10-ാം തീയതി. 7-ാമത്തേത് ഒടുവിലെത്തിയതുമായി പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാര പെരുന്നാൾ. അത് 7 ദിവസമാണ്. 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം.
ഇങ്ങനെ ആണ്ടിൽ 3 വട്ടമായി ഒന്നിച്ചുകൂടി 7 പെരുന്നാളുകൾ കൊണ്ടാടി. പെരുന്നാളുകളുടെ ആകത്തുക ദൈവസന്നിധിയിൽ സന്തോഷിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്തോത്രവും സന്തോഷ സ്വരത്തോടു കൂടി. ഉത്സവം ആചരിക്കുന്ന ജനത്തിന് സന്തോഷമുണ്ട്. മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്ന ജീവിതം കഴിച്ചുപോയ ഇവിടെ കയ്പുകൾ മറന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ ദൈവം നിയമിച്ചു കൊടുത്ത സന്തോഷ ദിവസങ്ങളാണ് ഇസ്രായേൽ മക്കളുടെ ഉത്സവ ദിവസങ്ങളെങ്കിൽ, കർത്താവ് നമ്മളെ വിടുവിച്ചതിന്റെ 3ാമത്തെ ഉദ്ദേശം ദൈവസന്നിധിയിൽ സന്തോഷിക്കുക. നമ്മുടെ സന്തോഷം എന്താ? റോമാലേഖനം 14-ാം അധ്യായം 14-ാം വാക്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം. ദൈവത്തിന്റെ നല്ല ആത്മാവിനെ നമുക്ക് തന്നത് എന്തിന്? കഴിഞ്ഞകാല ദുഃഖം മറന്ന്, വേദന മറന്ന്, കയ്പ് മറന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കാനാണ് ദൈവം തന്റെ നല്ല ആത്മാവിനെ നമുക്ക് തന്നത്. മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ 4ാമത്തെ ഉദ്ദേശം ഞാൻ വേഗം അവസാനിപ്പിക്കുന്നു. 5-ാം അധ്യായം 3-ാം വാക്യം. 5-ാം അധ്യായം 3-ാം വാക്യം. അതിന് അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാ 4ാമത്തെ ഉദ്ദേശം, യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ. ഇവരുടെ ഫറവോനോട് പറഞ്ഞു, ഞങ്ങളെ വിടാം, 3 ദിവസം വഴുതൂലം ചെന്ന് ഞങ്ങൾക്ക് യാഗം കഴിക്കണം. അതുകൊണ്ടാണ് ഈ ജനം പിൽക്കാലത്ത് വിടുവിക്കപ്പെട്ടപ്പോൾ 5 യാഗങ്ങൾ ചട്ടമായി കൊടുത്തു. ഞാൻ നേരത്തെ 7 ഉത്സവങ്ങളുടെ പേര് പറഞ്ഞു. വേറെ ചില ഉത്സവങ്ങൾ ബൈബിളിലുണ്ട്. അത് ഇസ്രായേൽ മക്കൾക്ക് ചട്ടമായി കൊടുത്ത ഉത്സവങ്ങളൊന്നുമല്ല. ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു പൂരീം പെരുന്നാൾ നമ്മൾ കാണുന്നുണ്ട്. അത് പിന്നെ ഇസ്രായേലിന്റെ കണ്ടത് കടന്നുകൂടിയതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിഷ്ഠോത്സവം എന്ന് പറഞ്ഞ ഉത്സവമുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് യഹൂദന്റെ കലണ്ടറിൽ കടന്നുകൂടിയ പെരുന്നാളുകളാണ്. ചട്ടമായി കൊടുത്തത് 7 പെരുന്നാളുകളാണ്. ഇതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ചട്ടമായി ദൈവം 5 യാഗങ്ങൾ കൊടുത്തു. ഇസ്രായേൽ മക്കൾ ഫറവോനോട് പറഞ്ഞു, ഞങ്ങളെ വിടണം, ഞങ്ങൾക്ക് യാഗം കഴിക്കണം. 5 യാഗങ്ങൾ ദൈവം ചട്ടമായി കൊടുത്തു. അതിനെ പേരുകൾ പറഞ്ഞ് ആ ഭാഗം വിടുന്നു. 1-ാമത്തെ യാഗം ബേൺഡ് ഓഫറിംഗ്, ഹോമയാഗം. ഹോമയാഗത്തിന്റെ പ്രമാണം നാം കാണുന്നത് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ. 2-ാമത്തെ യാഗം മീറ്റ് ഓഫറിംഗ്, ഭോജനയാഗം. അതിന്റെ ചട്ടം കാണുന്നത് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ. 3-ാമത്തെ യാഗം പീസ് ഓഫറിംഗ്, സമാധാന യാഗം. അതിന്റെ ചട്ടം കാണുന്നത് ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിൽ. 4-ാമത്തെ യാഗം സിൻ ഓഫറിംഗ്, പാപയാഗം. അതിന്റെ ചട്ടം കാണുന്നത് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ. 5-ാമത്തേത് ഒടുവിലെത്തതുമായ യാഗം ട്രസ്പാസ് ഓഫറിംഗ്, അകൃത്യയാഗം. അതിന്റെ ചട്ടം കാണുന്നത് ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൽ. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ 5 യാഗങ്ങളാണ് ചട്ടമായി കൊടുത്തത്. വേറെ പല യാഗങ്ങൾ കാണുന്നുണ്ട്. കരപൂജണ യാഗം, അത് ഇസ്രായേൽ മക്കൾക്ക് ചട്ടമായി കൊടുത്തതല്ല. മഹാപുരോഹിത സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ കഴിക്കണ യാഗം, പാനീയയാഗം, അതെല്ലാം മറ്റുദ്ദേശത്തോടു കൂടി കൊടുത്ത യാഗങ്ങളാണ്. ഈ യാഗം കഴിക്കുവാനാണ് ജനത്തെ വിടുവിച്ചത്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ വിടുവിച്ചതിൻ്റെ 4-ാമത്തെ ഉദ്ദേശം ദൈവത്തിന് യാഗം കഴിക്കുവാൻ. നമ്മൾ അർപ്പിക്കുന്ന യാഗമേത്? റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ശരീര യാഗം അർപ്പിക്കാനാണ് ദൈവം നമ്മളെ വിടുവിച്ചത്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ അവനെ മഹത്വപ്പെടുത്തുന്നു. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ 5-ാമത്തേതും ഒടുവിലെത്തിയതുമായ ഉദ്ദേശം 4-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. 4-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. നീ ഫറവോനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ
എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ. അപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതിന്റെ 5ാമത്തെ ഉദ്ദേശം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ. ദൈവം മോശെ മുഖാന്തരം ഫറവോനോട് കൽപ്പിക്കുന്നു. ദൈവം പറയുന്നു ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്, ആദ്യജാതനാണ്. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ അവന്റെ ആദ്യജാതനെ വിടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചത് ദൈവത്തെ ശുശ്രൂഷിപ്പാനാണെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ ദൈവം വിടുവിച്ചതിന്റെ 5ാമത്തെ ഉദ്ദേശം ദൈവത്തെ ശുശ്രൂഷിപ്പാൻ. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്. അവൻ നമ്മളെ രക്ഷിച്ചത്, അവൻ നമ്മളെ വീണ്ടെടുത്തത് അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണെങ്കിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ തുടർന്ന് നമുക്കായിരിക്കാം സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ശേഷം ഭാഗങ്ങൾ നമുക്ക് നാളെ രാത്രി ചിന്തിക്കാം. സ്തോത്രം. അത് ദൈവം ഇതിലെ നിന്റെ ഉള്ളിലെ നീറ്റലുകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ സങ്കടം അറിയുന്ന ഒരുവനുണ്ട്. യാമങ്ങളിലും യാമാരംഭങ്ങളിലും കണ്ണുനീരുകൊണ്ട് കിടക്കെ നനയ്ക്കുന്ന ചിലർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിന്റെ സങ്കടം അറിയുന്ന ഒരുവൻ. ദാവീദിനെ പോലെ എന്റെ പാനീയത്തിൽ കണ്ണുനീര് കലങ്ങുന്നു എന്ന് പറയുന്ന അനുഭവങ്ങൾ, ഞാൻ ചാരം പോലെ അപ്പം തിന്നുന്നു എന്ന് പറയുന്ന അനുഭവങ്ങൾ, ഇയ്യോബിനെ പോലെ രാത്രി കിടക്കയിൽ എനിക്ക് ഉരുളിയത്തെ പണിയെന്ന് പറയുന്ന അനുഭവങ്ങൾ നിന്റെ സ്വന്തമായിരിക്കുമ്പോൾ സങ്കടം അറിയുന്നവൻ നിന്നെ വിടിയിപ്പാൻ ശക്തനാണ്. ഈ കർത്താവിന്റെ മുൻപത്തേക്ക് നോക്കാം, ആശ്രയിക്കാം. സങ്കടം അറിഞ്ഞു വിടിവിക്കുന്നവൻ, സങ്കടദേശത്ത് നിന്ന് വിടിവിക്കുന്നവൻ, നല്ല സ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നവൻ ഇന്ന് നമുക്കായി ജീവിക്കുന്നു. അവൻ നമ്മളെ വിടുവിച്ചത് നിത്യനാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ. സ്തോത്രം. അല്പസമയം നമുക്ക് വാതുവന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ നമ്മളെ വിടുവിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് തന്ന ഭാഗ്യ പ്രത്യാശയ്ക്കായി ദൈവത്തിന് മഹത്വം കരേറ്റാം. ദൈവത്തെ ആരാധിക്കാം. 54-ാമത്തെ പാട്ട്. വാഴ്ത്തിടുന്നു 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 നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ ക്ഷമേനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ ക്ഷമേനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി വേലി വഴി ഓതി തന്നോനെ. പാതകർക്കായി വേലി വഴി ഓതി തന്നോനെ. പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. മലമുകളിൽ നടന്നു പോയോനെ.
കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ വിലയേറിയ ദാസനെ പാസ്റ്റർ ബി ജോൺ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പൊന്നുപാദപീഠത്തിൽ സന്ധ്യയെങ്കിൽ ഒരുമിച്ച് കൂടി വരുവാൻ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, നിന്നെ ആരാധിക്കുവാൻ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവവചനത്തിന്റെ ആഴങ്ങൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അരുമനാഥന്റെ ഇമ്പമേറിയ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ ഒരു രാത്രികളൊക്കെ കേൾക്കുവാൻ, ഞങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ വില എത്ര വലുതെന്ന് ആഴമായി ഇന്ന് രാത്രിയിൽ പരിശോധിക്കുവാൻ, ഹല്ലേലൂയ, നീ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹവും ഞങ്ങളോട് കാണിക്കുന്ന വിശ്വസ്തതയും ഞങ്ങൾക്ക് അവകാശമാക്കുവാൻ തരുന്ന അനുഗ്രഹങ്ങളും എന്തിനാണെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തിയ കർത്താവിന്റെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ചെറിയ ആയുസ് നിന്നെ ആരാധിച്ച് നിന്നെ മഹത്വപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഇന്ന് രാത്രി ഒരുക്കേണ്ടതിന്, ഉണർത്തേണ്ടതിന് നിന്റെ ഭൃത്യനിലൂടെ ഞങ്ങൾക്ക് നൽകിയ കർത്താവിന്റെ അരുളപ്പാടിനായി, ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ട വചനങ്ങളാൽ ശുദ്ധീകരണവും ശക്തീകരണവും പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ച് ഏറിയ പ്രത്യാശയോട് ഇന്ന് രാത്രി നേരം കടന്നു പോകുവാൻ നീ കൃപ ചെയ്യുമാറാകണം. ഇവിടുള്ള സഭയെ ശുശ്രൂഷകൾ കൊണ്ട് അനുഗ്രഹിക്കണമേ. അനേക ആത്മാക്കളാൽ ഈ സഭ നിറഞ്ഞു വരുവാനിടയാക്കണമേ. അവിടുത്തെ ശ്രേഷ്ഠഭൃത്യനെ ഇന്ന് രാത്രിയിൽ ദൈവവചനം ആധികാരികമായി സംസാരിപ്പാൻ ക്രൂശിന്റെ മറവിൽ കർത്താവ് നിർത്തിയല്ലോ, പിന്നെയും കർത്താവ് നിർത്തേണമേ. അടുത്ത അനുവസര ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവ് ഇടയാക്കണം. സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ, പ്രത്യാശയോടെ അയക്കണമേ. വരവിനായി ഞങ്ങളെ ഒരുക്കിക്കൊള്ളുമാറാകണം. ദൈവത്തിന്റെ പുത്രനാകും യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകും ത്രിയേക ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹാശീർവാദങ്ങളും നാം ഏവരുടെ മേലും കടന്നു പോകുന്ന നിന്റെ ജനത്തോടൊപ്പം ഈ രാത്രിയിൽ അവിടുത്തെ വചനം സംസാരിച്ച നിർഭൃത്തനോടും തുടർന്ന് നടക്കേണ്ട യോഗങ്ങളോടും കൂടെ കർത്താവിന്റെ വരവോളം എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മൂലം ഇന്ന് രാത്രിയിലും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര